ഇരുന്നിട്ട് അല്പസമയം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പാടി നാം ആരാധിക്കാൻ പോകുകയാണ്. വലിയ അഭിഷേകത്തോടെ ആത്മനിറവോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സമർപ്പണത്തോടെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളെല്ലാം വീശിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തുള്ളൂ. ഇന്ന് പകൽക്കാലത്തെ ആരാധന വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും കർത്താവ് നമ്മെ പരിപാലിക്കുവാനിടയായി തീർന്നു, സൂക്ഷിക്കുവാനിടയായി തീർന്നു. തൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നമ്മെ സൂക്ഷിച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനിടയാക്കി തീർത്തല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറണം എന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കൾ ഹല്ലേലൂയ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ അവൻ നമ്മെ നിറച്ചിരിക്കുന്ന പകൽക്കാലം ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയോടടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. ഒരു അപ്പനും മകനുമായുള്ളൊരു ബന്ധം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏത് സമയവും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് നമുക്ക് ഇടവരുത്തി തന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാരം എന്ത് തന്നെയായാലും അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാരം നാം വഹിക്കുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. നാം ഭാരപ്പെട്ടും നിരാശപ്പെട്ടും പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമോ എല്ലാ ഭാരങ്ങളും എല്ലാ നിരാശകളും നമ്മിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് വഴി നടത്തണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പൗലോസ് ഹല്ലേലൂയയോട് പറയുന്നത് ഇങ്ങനെ, ഹല്ലേലൂയ ജഡത്തിൽ ജീവിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പക്ഷെ നമുക്ക് ഹല്ലേലൂയ ജഡത്തിൽ പ്രവർത്തികൾ പോവുകയല്ലേ. ഇന്ന് പകൽക്കാലം ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആത്മീകമായി ജീവിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അതിലേക്ക് ഹല്ലേലൂയ പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കാം. ജഡികമായ ലോകത്തിൻ്റെതായ ഹല്ലേലൂയ മോഹങ്ങളിൽ അകപ്പെട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ജീവിപ്പാനല്ലേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മീയരായി ജീവിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പകർന്നു തന്നിരിക്കുന്ന ഹല്ലേലൂയ നല്ല ആത്മാവിൽ ഇന്ന് പകൽക്കാലം നമ്മെ വഴി നടത്തുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കാണുന്നത് ഇങ്ങനെയാ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് എന്തുവാ? ഹല്ലേലൂയ. ഹല്ലേലൂയ ശിക്ഷയിൽ നിന്ന് ഹല്ലേലൂയ നാം ശിക്ഷിക്കപ്പെടുന്ന ഹല്ലേലൂയ സ്ഥാനത്ത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം പാപസംബന്ധമായി മരിക്കേണ്ടതിടത്ത് കർത്താവ് നമ്മെ രക്ഷ നൽകി, കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുക. എന്ന പകൽക്കാലം അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതല ഇന്ന് പകൽക്കാലം കർത്താവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ തന്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും മരിക്കേണ്ടുന്നിടത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർക്കുവാനിടയായി തീർന്നു. പകൽക്കാലം ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏത് വിഷയത്തിനും കർത്താവിന്റെ അടുക്കൽ പരിഹാരമുണ്ട്. ഇന്ന് പകൽക്കാലം വിഷയങ്ങളെ നമ്മൾ കൊണ്ട് നടക്കുകയല്ലേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജഡത്തിൽ നാം ആയിരിക്കുമ്പോൾ ജഡികമായ ചിന്തകൾ നമ്മിൽ അലട്ടുവാനിടയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ ആത്മീയമായി ചിന്തിക്കുവാൻ കഴിയട്ടെ, ആത്മീയമായി നടക്കുവാൻ കഴിയട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രൈസ് ഉയരത്തിലുള്ളതിനെ ചിന്തിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാ കാണുന്നത്, ജഡത്തിനെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലല്ലേ. ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു രൂപത്തിൽ അവരെ വഴി നടത്തുന്നത് ദൈവമാ. അവരെ ഹല്ലേലൂയ നേർനിരത്തേക്ക് വഴി നടത്തുവാനിടയായി തീരുക. ഇന്ന് പകൽക്കാലം നമ്മുടെ സ്വന്തം ഇഷ്ടം നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ അല്ല പ്രശംസിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ പ്രശംസിക്കണം, ക്രിസ്തുവിൽ പ്രശംസിക്കണം. ഹല്ലേലൂയ. സ്വഭാവമുള്ളവർ
ജഡത്തിലുള്ളവർ ജഡത്തിലുള്ളത്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ പകൽക്കാലം ഹല്ലേലൂയ ജഡികമായ ചിന്തകളിലേക്ക് പോകുവാനല്ല, ആത്മാവിലുള്ള ചിന്തയിലേക്ക് നമ്മെ വഴി നടത്തട്ടെ. ഹല്ലേലൂയ. അതിനായി ദിവസങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കറിയാം ജഡസ്വഭാവമുള്ള ഹല്ലേലൂയ നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതെല്ലാം മാറ്റിയാണ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മാവിലും ആരാധിക്കുവാൻ തയ്യാറായ, ആത്മാവിലും ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായ ഇന്ന് പകൽക്കാലം ലോകത്തിനുള്ളതിനെ ഓല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ വീണ്ടെടുത്തതെന്തിനാ? കർത്താവ് നമ്മെ രക്ഷ നൽകിയതെന്തിനാ? ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തി തന്നതെന്തിനാ? ഇന്ന് പകൽക്കാലം പ്രത്യാശയുള്ള എല്ലാവരും അല്പസമയം ആ കരമൊളന്ന് ചേർത്തടിച്ച് ദൈവത്തിന്റെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. റിഘവാന ശബ്ദരാജന വൈഡവാന കാൽവരി രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. അപ്പാ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ചിന്തകളെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ ദുഃഖങ്ങൾ കൊണ്ടുവരുന്ന ഹല്ലേലൂയ പ്രയാസങ്ങൾ കൊണ്ടുവരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം മാറ്റി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആത്മാവിലൊന്ന് ചിന്തിക്കുക, ഉയരത്തിലുള്ളതൊന്ന് ചിന്തിക്കുക, നിത്യതയെ ദർശിച്ച് മുന്നോട്ട് പോകുക. അപ്പാ ഞങ്ങളിൽ കൃപ പകരണമേ എന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. യുഡവന ശബ്ദരാജന വൈഡവന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജഡത്തിലുള്ളവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുമോ എന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മാവുള്ളവൻ ഭൂമിയിലുള്ളതിനേക്കാ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനിടയായി തീരും. ഹോ റിഘവാന ശബ്ദരാജ വൈഡവാന നിത്യതയെ ഹല്ലേലൂയ വെച്ചുകൊണ്ടായി പകൽക്കാലം ക്രിസ്തീയ ജീവിതത്തിൽ നാം ആയിരിക്കുന്നത്. ചുടാവാന ശബ്ദരാജ വൈഡവാന കാൽവരി രക്തത്താൽ ജയമെടുക്കുന്നു 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 ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഒരു ജീവൻ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ജീവൻ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ജഡത്തിലുള്ളവരുടെ ചിന്ത എന്താ? അത് മരണമാ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവിലുള്ളവരുടെ ചിന്ത അത് ജീവനായി ഹല്ലേലൂയ വ്യാപരിക്കുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ജീവൻ കൊടുത്ത അവൻ നമ്മെ ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം നമ്മായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജഡത്തിലായിരിക്കുമ്പോൾ നാം ചിന്തിക്കുമ്പോൾ നമ്മിൽ രോഗമുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമ്മിൽ ഹല്ലേലൂയ അസുഖങ്ങളുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ പലപ്പോഴും നാം ഹല്ലേലൂയ മരണഭീതിയിലായി പോകുവാനിടമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ചിന്തിക്കുന്നവൻ അറിയാം, ഇന്ന് പകൽക്കാലം ഇന്ന് ഞാൻ മരിച്ച ഞാൻ എൻ്റെ യേശുവിനോട് കൂടെയായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ഒരു പ്രത്യാശയുള്ളവർ ഇന്ന് പകൽക്കാലം ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രത്യാശയിൽ കർത്താവ് നമ്മെ വഴി നടത്തുവാനിടയായി തീരും. നമുക്കറിയാം വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നോഹയെ കുറിച്ച് ഹല്ലേലൂയ ഭൂമിയിൽ മനുഷ്യരുടെ പാപം വലുതാണെന്ന് കണ്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ 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 നോഹ എന്ന മനുഷ്യനോട് പറയുക, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിന്റെ നീളവും അളവും എല്ലാം കർത്താവ് ഹല്ലേലൂയ എനിക്ക് പറഞ്ഞു കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം അവിടെ ആയിരുന്ന മനുഷ്യരെല്ലാം ഭൂമിയിലുള്ളതും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവിടെ ആയിരിക്കുന്ന കൃഷി സമ്പത്തിനെ കുറിച്ച് നന്മ പ്രാപിക്കുവാനും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നോഹ എന്ന മനുഷ്യനോട് ദൈവം പറയുക, ഒരു മഴ പെയ്യുവാനിടയായി തീരും. അന്ന് വരെ മഴ പെയ്യാത്തൊരു സ്ഥലത്ത് ഹല്ലേലൂയ അനേകർ അവനെ നോക്കി പരിഹസിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവ ശബ്ദം എന്തോ അതുപോലെ ഹല്ലേലൂയ നോഹ വിശ്വസിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പകൽക്കാലം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവം നമ്മോട് എന്ത് പറഞ്ഞോ, ദൈവ ശബ്ദം നമ്മെ കേട്ടത് എന്താ ഹല്ലേലൂയ അതിന് ചെവി കൊടുക്കുവാൻ ഇടയായി തീരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വലിയ ദൈവിക പ്രവർത്തികൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയോ ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് പകൽക്കാലം മനുഷ്യരുടെ സഹായമല്ല, ഇന്ന് പകൽക്കാലം മനുഷ്യനല്ല നമ്മളെ സഹായിക്കേണ്ടത്, ദൈവത്തിന്റെ സഹായം ഇന്ന് പകൽക്കാലം നമ്മിൽ ഇറങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പകൽക്കാലമായിരിക്കുവാൻ തയ്യാറാകുന്നു. ദൈവത്തിന്റെ സഹായം ഹല്ലേലൂയ
വരുവാനിടയായി തീരും. നമ്മുടെ ആവശ്യങ്ങളിൽ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് തുടങ്ങണമെങ്കിൽ പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെ നടത്തുന്നത് ആരാ? ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ പ്രൈസ് തുടങ്ങുന്ന പകൽക്കാല നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ആത്മാവേ എന്നെ നടത്തണമേ, ഹല്ലേലൂയ എന്നെ വഴി നടത്തണമേ എന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 143 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് ഇങ്ങനെയാ: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തുകൂടെ എന്നെ നടച്ചുമാറാകട്ടെ. അങ്ങനെയെങ്കിലും പകൽക്കാല അപ്പൊ അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെ. നമ്മുടെ ഇഷ്ടമല്ല, ഹല്ലേലൂയ നമ്മുടെ ചിന്തയല്ല, നാം ചിന്തിക്കുന്നത് പോലെ തന്നെ നടക്കണമെന്ന് പലപ്പോഴും നാം വാശി പിടിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവേഷ്ടം നിറവേറുവാൻ വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അപ്പാ ഹല്ലേലൂയ എൻ്റെ ആത്മാവ്, നല്ല ആത്മാവ് നേർനിലച്ചുകൂടെ എന്നെ നടത്തുവാനാകട്ടെ. ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പേ, ഹല്ലേലൂയ പരിഹസിച്ചവരുടെ മുമ്പേ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ജനികമായ ശരീരം വിട്ട് ആത്മതലത്തേക്ക് നാം കയറുവാനിടയാകണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം ഈ ജഡത്തിലായിരിക്കുമ്പോ നമ്മുടെ അകത്തെ ടെൻഷനുകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുവാനിടയായി തീരും. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട നമ്മെ ഇന്ന് പകൽക്കാലം നടത്തുന്ന പരിശുദ്ധാത്മാവ്, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ചിന്തിച്ച് മടുത്ത വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരം ചലിക്കുമ്പോ പുതിയ ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ പുതിയ ചിലത് ദൈവം നമ്മിൽ നടത്തുവാനിടയായി തീരും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പഴയത് കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇനിയും പഴയതിനെ ഓർത്ത് വിഷമിക്കുവാനല്ല, സങ്കടപ്പെടുവാനല്ല, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പുതിയ തലത്തിലേക്ക് ഹല്ലേലൂയ മുന്നേറുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തുള്ള നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടിന്റെ ഈരടികൾ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാല ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഗുണമല്ലാതെ ദോഷമായിട്ടൊന്നും നമ്മുടെ ദൈവം ചെയ്യത്തില്ല. പലപ്പോഴും നാം ചിന്തിക്കുക എങ്ങനെയൊക്കെ നടന്നെങ്കിൽ അത് കൊള്ളമായിരുന്നെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഹല്ലേലൂയ നിലവാരമുണ്ട്. ഇന്ന് പകൽക്കാലം അതിലേക്ക് കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എല്ലാം നന്മയ്ക്കായി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മെ വിളിച്ച് വേർതിരിച്ച് തന്റെ സ്വന്തം മക്കളാക്കി തീർത്തെങ്കിൽ നാം പറഞ്ഞതുപോലെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഹല്ലേലൂയ അധികാരം കർത്താവ് നമ്മിൽ തന്നെങ്കിൽ ഹല്ലേലൂയ പകൽക്കാലം ക്ഷീണിച്ചു പോകല്ലേ, ഭാരപ്പെട്ടു പോകല്ലേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ടുന്ന ബലം അവൻ നമ്മിൽ പകർന്നു തരുവാനിടയായി തീരും. ഹല്ലേലൂയ ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അലട്ടുമ്പോ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിലൊന്നും വീണു തകർന്നു പോകുവാനില്ല. ഇന്ന് പകൽക്കാലം ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് ഉയരുവാൻ, ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടുന്നു, എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കോ ദൈവത്തിൻ സ്നേഹമറിഞ്ഞവർക്കോ നിർണയമാം വിളി കേട്ടവർക്കോ ദൈവത്തിൻ സ്നേഹമറിഞ്ഞവർക്കോ എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടുന്നു. ശബ്ദമുയർത്തി പാടട്ടെ. എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കോ ദൈവത്തിൻ സ്നേഹമറിഞ്ഞവർക്കോ നിർണയമാം വിളി കേട്ടവർക്കോ ദൈവത്തിൻ സ്നേഹമറിഞ്ഞവർക്കോ എല്ലാം നന്മയ്ക്കായി
സ്വർഗതാതൻ ചെയ്തിടുന്നു. പടിയാട്ടെ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ഭാരങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളോ എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രതികൂലങ്ങൾ എന്നാൽ അനുകൂലമായ എനിക്ക് യേശുവുണ്ട്. പ്രതികൂലങ്ങൾ എന്നാൽ അനുകൂലമായ എനിക്ക് യേശുവുണ്ട്. പതറുകില്ല തളരുകില്ല സ്വർഗസിയോനിലെത്തുവോളോ. പതറുകില്ല തളരുകില്ല സ്വർഗസിയോനിലെത്തും വരെ. എല്ലാം നന്മയ്ക്കായി ചേർന്ന് പാടിയാട്ടെ. സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കോ ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കോ നിർണയമാം വിളി കേട്ടവർക്കോ ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കോ എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ഒരിക്കൽ കൂടി എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നന്മയ്ക്കായി ചെയ്യുന്നു. ഹല്ലേലൂയ. തിന്മയായതൊന്നും ഭവിക്കുക ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നമുക്ക് ചേർന്ന് നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ അപ്പാ എന്നിൽ എന്ത് യോഗ്യതയാണ് അങ്ങ് കണ്ടത്. ഹല്ലേലൂയ. ഒരു യോഗ്യതയും എനിക്ക് പറയുവാനില്ല, അങ്ങയുടെ കൃപ ഒന്നു മാത്രമാണ്. ഇന്ന് പകൽക്കാലം ചേർന്ന് നമ്മുടെ കരം ചേർത്തടിച്ചുകൊണ്ട് പാടി ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയോ പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയോ പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയോ പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയോ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയോ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയോ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ.
ഒരു യോഗ്യതയോ പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയോ പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു മാന്യതയോ പറയാനില്ല ദയയൊന്നു മാത്രം യേശുവേ ഒരു മാന്യതയോ പറയാനില്ല ദയയൊന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു യോഗ്യതയോ പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയോ പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ ഒരു യോഗ്യത കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നെ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു യോഗ്യതയോ പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയോ പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു മാന്യതയോ പറയാനില്ല ദയയൊന്നു മാത്രം യേശുവേ ഒരു മാന്യതയോ പറയാനില്ല ദയയൊന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു യോഗ്യതയോ പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയോ പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ വാഗ്ദത്തം ചെയ്തവേ വാക്കുമാറുമോ വാഗ്ദത്തം ചെയ്തവേ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കുമാറുകില്ല അവൻ വാക്കുമാറുകില്ല എന്നെ തകർപ്പാൻ ശത്രുവിൻ കര എന്റെ മേലുയർന്നെന്നാലോ ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലോ എന്നെ തകർപ്പാൻ ശത്രുവിൻ കര എന്റെ മേലുയർന്നെന്നാലോ ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലോ ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല ഇല്ല ഇല്ല ഞാൻ
തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ ചെറുപാടിയാട്ടെ മാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ മാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലോ, എൻ്റെ ഉള്ളം കലങ്ങിടിലോ. ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലോ. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലോ, എൻ്റെ ഉള്ളം കലങ്ങിടിലോ. ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലോ. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ചേർന്ന് ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. നിഗമന ശബ്ദാരാജ വൈഡവരാജല ഗുണവാന ശബ്ദേരഗജന വൈഡവരാജ ഹരിവാന ശബ്ദാരാജൽ ഗുണവാന ശബ്ദേരഗജന വൈഡവരാജ ഹരിഘവാന ശബ്ദാരാജൽ ഗുണവാനക ശബ്ദേരഗജന വൈഡവരാജ ഹരിവാന ശബ്ദാരാജ ഹരിവാന ഓരിഗവരാജ ഗുണവാനഗജന വൈഡവരാജ ശബ്ദേരഗജന ഹരിഭവരാജന ഗുണവാനക ശബ്ദേരഗജന വൈഡവരാജ ഹരിവാന ശബ്ദാരാജന ഓരിഭവാന ഗുണവാന ശബ്ദാരാജ വൈഡവാന ഹരിഭവാന ശബ്ദാരാജ. ഓ ജീസസ് ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെട്ട ദൈവസാന്നിധ്യം വെളിപ്പെടേണ്ട ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഊടാവാന റൈഭാവാന ശബ്ദാരാജ വൈഡവരാജ നിഗവേരകന്റെ ശബ്ദാരാജ വൈഡാവാന ഓരിഭാവാന ഭൂടാവാന റൈഭാവാന ഭൂടാവാന ശബ്ദാരാജ വൈഡാവാന ഓരി ഭവാൻ ഭൂഡാവാ ശബ്ദാരാജ വൈഡവരാജ റീഭാവാൻ ശബ്ദാരാജ റീഘാവാൻ ശബ്ദേരഗജന വൈഡവരാജന ഡവാനക ശബ്ദാരാജ റീഭാവാൻ ശബ്ദേരഗജന വൈഡവരാജന ഭൂഡാവാന റീഭാവാൻ ശബ്ദാരാജ വൈഡവാന റീഘാവാന ഭൂഡവാന ശബ്ദരാജന വൈഡവാന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലോ രോഗത്തിലോ ചേർന്ന് ആപത്തിലോ രോഗത്തിലോ അവനാണെനിക്കഭയോ. സാധു എന്നെ കൈവിടാതെ
നാഥനെന്നും നടത്തിടുന്നു. സാധു എന്നെ നാഥനെന്നും നടത്തിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലേ കർത്തനെന്റെ. കരങ്ങളെ ചേർത്ത് വെച്ച് പാടിയ കൈവിടില്ലേ കർത്തനെന്റെ. കണ്ണുനീരെല്ലാം തുടയ്ക്കോ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി. പ്രത്യാശയോടെ പാടിയാട്ടെ. വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി. വേല ചെയ്തേ നാളുകൾ തീർന്നു. വേല ചെയ്തേ നാളുകൾ തീർന്നു. വീട്ടിൽ ചെല്ലും ഞാനോടുവിൽ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നെ നടത്തിടുന്നു. ശബ്ദമുയർത്തി ശബ്ദം പാടിയാട്ടെ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. ഇന്ന് പകൽക്കാലം നമ്മെ കൈവിടാതെ നമ്മെ വഴി നടത്തുന്ന ആ നല്ല കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത് ഈ വരുന്ന ആഴ്ചക്കാലം മുഴുവനും വേണ്ടുന്ന ബലവും ശക്തിയും നമ്മിൽ പകർന്നു തരുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, തുടർക്കുന്ന വചന സുശാനികരമായി തീരണം. സങ്കീർത്തന സുശാനികരമായി തീരുന്ന വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥനയോടെ ദൈവത്തിൽ നമുക്കായിരിക്കാം. 84-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. സൈന്യങ്ങളെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. 84-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ വായിക്കുന്നു. സൈന്യങ്ങളെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. കുരികിൽ ഒരു വീടും പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. എന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഈ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാം. പകൽക്കാലം കർത്താവിന്റെ സന്നിധാനത്ത് നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. വലിയവനായ ദൈവം
ഈ പകൽക്കാലവും നമ്മളോട് ഹൃദ്യമായി ഇടപെടുവാനും കർത്താവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുവാനും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹമായിരിക്കുന്ന സങ്കീർത്തനമാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ ആമേൻ വായിച്ചത് ദേവാലയത്തിലേക്കുള്ള ആമേൻ സ്തോത്രം ആരാധനയ്ക്കായുള്ള ഒരു വാഞ്ചയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ ഈ പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വായിച്ച സങ്കീർത്തനമാണ് 84-ാം സങ്കീർത്തനം. ഇവിടെ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അല്ലേ? സൈന്യങ്ങളുടെ ആമേൻ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അല്ലേ? ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 27 ഒന്ന് വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 33-27 ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. പുരാതനായ ദൈവം നിന്റെ സംഗീതം, കീഴ് എന്തുണ്ട്? ശാശ്വതമായ ഭുജങ്ങളുണ്ട്. അല്ലേ? അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ കുറിച്ച് പറയുകയാണ്. അല്ലേ? എന്താ പറയുന്നേ? അതിന് 29 വായിക്കുന്നു, ആമേൻ. യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. പിന്നെന്താ വായിക്കുന്നേ? നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ നിന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. എന്തിനാ ദൈവം വരുന്നേ? ആമേൻ. അവൻ ആകാശത്തിലൂടെ നിന്റെ സഹായത്തിനായി നിന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു എന്ന് പറയുകയാണ്. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാണ്. അല്ലേ? നാം വിശ്വസിക്കണം. പുരാതനായ ദൈവം നിന്റെ എന്താണ്? സങ്കേതമാണ്. ശാശ്വതമായുന്നുണ്ട്. ആമേൻ. ഭുജങ്ങളുണ്ട്. അല്ലേ? കീഴ് ശാശ്വതമായ എന്നുണ്ട്, ഭുജമുണ്ട്. മാത്രമല്ല വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ നിന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ശത്രുവിനെ അവൻ നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ ശത്രുവാണെങ്കിലും അതിനെ സംഹരിക്കുക എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുക. എത്ര വിശ്വസിക്കുവാൻ കഴിയും? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ നീക്കുവാൻ ആമേൻ എൻ്റെ ദൈവം മതിയായവനാണ്. അവിടെ വായിക്കുന്നത്, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. നമ്മുടെ ദൈവം എഴുന്നേൽക്കോ? ഒന്ന് വായിച്ച് 68-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ എടുത്തു പറഞ്ഞിങ്ങനെയാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചാട്ടെ. ദൈവം എന്ത് ചെയ്യുന്നു? കണ്ടോ? ദൈവം എഴുന്നേൽക്കുന്നു. കണ്ടോ? അതുകൊണ്ട് വായിക്കുന്ന, ആരും ഓടിക്കാതെ ശത്രു എന്ത് ചെയ്യുന്നു? ഓടിപ്പോകുന്നു. ശത്രുവിനെ ആരും ഓടിക്കേണ്ട കാര്യമില്ല. ശത്രുവിനെ ആരും ഓടിക്കേണ്ട കാര്യം ഇല്ല. ആരും ഓടിക്കാതെ ശത്രു ഓടിപ്പോകുന്നു. അല്ലേ? ആമേൻ. വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, ചിതറിപ്പോകുന്നു. ഓടിക്ക മാത്രമല്ല, ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും ആണോ? അവനെ പകയ്ക്കുന്നവരും അവന്റെ മുൻപിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓടിപ്പോകുന്നു. ഓടിപ്പോകുമോ? ഓടിപ്പോകും. കാരണം എന്തുകൊണ്ടാ? ആമേൻ സ്തോത്രം. ആരും ഓടിക്കാതെ തന്നെ ദുഷ്ടൻ ഓടുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, പുരാതന ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വതമായ ഭുജങ്ങളുണ്ട്, അവൻ ശത്രുവിനെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് ദൈവം എന്തിനോ കൽപ്പിച്ചിരിക്കുന്നു. അല്ലേ? അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു എന്നാ വായിക്കുന്നത്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. മാത്രമല്ല, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. അടുത്ത വാക്യം പറയുന്നു, പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസ്ഥനം തീർന്നു നശിക്കുന്നു. തീങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ. ഒരു തീങ്കൽ മെഴുക് എങ്ങനെ ഉരുകുമോ
ആ ഉരുകുന്നത് പോലെ എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ആമേൻ, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാണ്. തിരുനിവാസം എത്ര മനോഹരമാണ്, അല്ലേ? 27-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം കൊണ്ട് എടുത്ത് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, യഹോവേ, ഞാൻ ഉറക്കെ എന്ത് ചെയ്യുന്നു? വിളിക്കുമ്പോൾ കേൾക്കണം. സംഗീതക്കാരൻ പറയുകയാണ്, ആമേൻ, എന്താണ് വായിക്കുന്നത്? യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ, കണ്ടോ, പറയുകയാണ്, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ തോന്നി എനിക്ക് എന്ത് ചെയ്യണമേ? കേട്ടോ, എന്നോട് കൃപ തോന്നി എനിക്ക് ഉത്തരം അരുളണമേ. നമ്മുടെ ദൈവത്തിന് നമ്മളോട് ഒരു കൃപ തോന്നാടയായിത്തീരും, അല്ലേ? ആമേൻ, സ്തോത്രം. ദൈവം നമ്മളോട് കൃപ തോന്നുമാറ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളോട് കൃപ തോന്നുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വായിക്കുന്നത്, ആമേൻ, 124-ാം സംഗീതത്തിൽ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അല്ലേ? യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ എന്താ ഉണ്ടാകുന്നത്? അവിടെ പറയുന്നുണ്ട്, ആമേൻ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവന്റെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവൻ നമ്മെ എന്ത് ചെയ്യുന്നു? ഒഴുക്കിക്കളയുമായിരുന്നു. അവൻ നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, അല്ലേ? അവൻ ദൈവത്തിന്റെ കൃപയാ നമ്മൾ ഒഴുകിപ്പോകാത്തത്. ദൈവത്തിന്റെ കൃപയാ നമ്മൾ പതറിപ്പോകാത്തത്. ദൈവത്തിന്റെ കൃപയാ നാം നശിച്ചു പോകാത്തത്. ദൈവം നമ്മളോട് കൃപ തോന്നുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും എപ്പോഴും അവൻ സാന്നിധ്യവും നമ്മോട് കൂടെ ഇരിക്കും. ആമേൻ. 43-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ വേദവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവൻ എന്നെ നടത്തുമാറാകട്ടെ. ഒന്ന് വായിച്ചേ. 43-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, നിന്റെ പ്രകാശവും സത്യവും എന്ത് ചെയ്യണമേ? അയച്ചു തരണം. എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ആമേൻ. സംഗീതക്കാരൻ പറയുകയാണ്, നിന്റെ പ്രകാശവും നിന്റെ സത്യവും എന്ത് ചെയ്യണമേ? അയച്ചു തരണമേ, അവ എന്നെ നടത്തുവാനാകട്ടെ. നമ്മളെ നടത്തേണ്ടത് എന്താണെന്നറിയോ? പറഞ്ഞേ. നമ്മെ നടത്തുമാറാക്കേണ്ടത് ദൈവത്തിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ എന്ന് പറയുകയാണ്. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്ത് ചെയ്യണം? എന്നെ എത്തിക്കുമാറാകട്ടെ. അപ്പൊ ദൈവത്തിന്റെ സത്യവും ദൈവത്തിന്റെ പ്രകാശവും ദൈവപൈതലിനെ അയച്ചു തന്നാൽ നമ്മളെ എവിടെ കൂടെ എത്തിക്കുമെന്നാ പറയണേ? ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലേ? 43-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം കണ്ടോ? നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം. ഓരോ ദിനവും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നിന്റെ സത്യവും നിന്റെ പ്രകാശവും എനിക്ക് അയച്ചു തരണമേ, എൻ്റെ തലമുറയ്ക്ക് അയച്ചു തരണമേ, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് അയച്ചു തരണമേ എന്ന് പറയാണ്. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ ഇവിടെ ഓടിയതും അധ്വാനിച്ചതും എന്തായിത്തീരും? വൃഥാവാണ്, അല്ലേ? ഇവിടെ നാം കഷ്ടപ്പെട്ടത് മുഴുവനും ഉണ്ടായിത്തീരും, വ്യർത്ഥമായിത്തീരും. നാം അവന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് എത്തുവാൻ കഴിയണം, വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 15-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, എപ്പോഴും വായിക്കാറുണ്ട്, ആമേൻ, യഹോവേ നിന്റെ കൂടാരത്തിലെ ആര് പാർക്കും? ഒരു ചോദ്യമാണ്. യഹോവേ നിന്റെ കൂടാരത്തിലെ ആര് പാർക്കും? പിന്നെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലെ ആര് വസിക്കും? ഈ സത്യവും പ്രകാശവും അയച്ചു തന്നെങ്കിൽ നമുക്ക് അവിടെ പോയി പാർക്കാനും നമുക്ക് അവിടെ പോയി വസിക്കാനും കഴിയത്തുള്ളൂ. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം ചെയ്യുന്നവൻ.
അല്ലേ? ചില സത്യം ചെയ്യും, പക്ഷെ എന്നല്ല, ഹൃദയപൂർവ്വമല്ല, അല്ലേ? കാരണം ഹൃദയപൂർവ്വം അല്ലാതെയും സത്യം പറയുന്ന ആളുകളുണ്ട്. ഇവിടെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നിന്ന് തൃശ്ശൂർക്കാ പോകണമെന്നറിയാം, അല്ലെങ്കിൽ നമ്മൾ വിദേശത്തേക്കാ പോകുന്നറിയാം. ചോദിച്ചാൽ നമ്മൾ പറയും ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഹൃദയപൂർവ്വം സത്യമാണോ പറഞ്ഞത്? അല്ലേ? സ്തോത്രം. ചിലപ്പോൾ പല കാരണങ്ങളായിരിക്കാം, പക്ഷേ നമ്മൾ പറയും പനിയാണെന്ന്, അല്ലേ? അല്ലെങ്കിൽ തലവേദനയാണെന്ന്, അല്ലെങ്കിൽ സ്തോത്രം മറ്റുള്ളതും പറയും. അപ്പൊ ആ പറയുന്നത് എന്തല്ല, ഹൃദയപൂർവം എന്നല്ല, സത്യമല്ല, അല്ലേ? സത്യമാണെങ്കിൽ എന്ത് ചെയ്യാം? തുറന്ന് അങ്ങോട്ട് പറയാൻ കാര്യം എന്താണെന്ന്, അല്ലേ? ഇന്ന് പലരും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കത്തില്ല. പക്ഷെ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നില്ല എങ്കിൽ അവർ പറയുന്നത് നാവ് കൊണ്ട് കുരുള പറയാതെയും കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപവാദയും ഒരുക്കാതെയും ഇരിക്കുന്നവൻ, മാത്രമല്ല വഷളന് നിന്ദിനായുണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, അല്ലേ? സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും, ചിലക്ക് എങ്ങനെ അറിയോ? ഛേദം വരുന്നു പറയുമ്പോൾ അവരുടെ ഉള്ളിൽ സത്യമില്ല, അല്ലേ? സത്യം ചെയ്താൽ എന്ത് വരാം? ഛേദം വരാം. നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഞാനും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഞാനും നിങ്ങൾ സ്ഥാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഛേദം വന്നാലും സത്യം തന്നെ പറയണം, അല്ലേ? സത്യം ചെയ്തിട്ട് ഒരു ഛേദം വന്നാലും, നഷ്ടം വന്നാലും, കഷ്ടം വന്നാലും എന്താ പറയുന്നേ? കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഇങ്ങനെ ചെയ്യുന്നവനെയാണ് വേദപുസ്തകം പറയുന്നത് ഓരോ നാളും എന്തില്ല? കുലുങ്ങിപ്പോകയില്ല. കുലുങ്ങിപ്പോകുമോ? ക്രൈസ്തവരോ, എന്നാ നമ്മൾ നന്മ പ്രാപിക്കാത്തെ? എടാ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാത്തെ? ആമേൻ. കാരണം നമ്മൾ തന്നെയാ, അല്ലേ? ആമേൻ. വേദപുസ്തകം പറയുന്ന, നമ്മൾ വായിച്ച സംഗീതത്തിൽ തന്നെ പറയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. 84-ാം സംഗീതത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. അതിന്റെ 11-ാമത്തെ വാക്യം ഒന്നെടുത്ത് വായിച്ചേ. സൈന്യങ്ങളിൽ അല്ല, അതിന്റെ 11-ാമത്തെ വാക്യം. സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക്. കണ്ടോ? നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും എന്തില്ല? മുടക്കോ? ഞാൻ വിശ്വസിക്കുന്നു അതാണ് ദൈവത്തിന്റെ അതാ പറയുന്നത്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും എന്തില്ല. അങ്ങനെയാണെങ്കിൽ നന്മ മുടക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നേരില്ലാത്തത് കൊണ്ടാണ്. ആമേൻ. നീ നുണ പറഞ്ഞാൽ, നീ അസത്യം പറഞ്ഞാൽ, നീ കള്ളം പറഞ്ഞാൽ, വ്യാജം പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, നിലനിൽപ്പിന് വേണ്ടി നീ മാറ്റിയും മറച്ചും പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പൈതലേ, ആമേൻ, സ്തോത്രം, നമ്മുടെ നന്മ നമുക്ക് തന്നെ മുടക്കമായി തീരുവടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നേരായി നടക്കുന്നവന് ഓരോ നന്മയും എന്തില്ല? ഒരു നന്മയും മുടങ്ങില്ല. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നന്മ മുടങ്ങാതിരിക്കണമെങ്കിൽ നേരായി നടക്കാൻ, നേരായി ജീവിക്കാൻ ആമേൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നേരായി നടക്കുന്നില്ല എങ്കിൽ, നേരായി ജീവിക്കുവാൻ തയ്യാറല്ല എങ്കിൽ നമ്മുടെ നന്മകൾ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. തിരുവെഴുത്ത് നമ്മളോട് അതാണ് നമ്മളോട് ആമേൻ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പേരിൽ നേരായി നടക്കുന്നവന് ഒരു നന്മയും ദൈവം ഇതില്ല, മുടക്കുകയില്ല, മുടക്കുകയില്ല. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സദൃശവാക്യം 13-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോ അവിടെ വായിക്കുന്നുണ്ട്, തന്റെ വായുടെ ഫലത്താൽ, തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. കണ്ടോ? തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ എന്ത് ചെയ്യും? നന്മ അനുഭവിക്കും. കണ്ടോ? വായുടെ ഫലത്താൽ മനുഷ്യൻ എന്ത് ചെയ്യും? നന്മ അനുഭവിക്കും. ഈ വായുടെ ഫലത്താലാണ് മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയുന്നേ? നന്മ അനുഭവിക്കാൻ കഴിയുന്നേ. ദ്രോഹികളുടെ ആഗ്രഹമോ? ആമേൻ. എന്താണ്? വായുടെ ഫലത്താൽ ആമേൻ മനുഷ്യൻ നന്മ അനുഭവിക്കുമിടയായിത്തീരും.
അപ്പോൾ നന്മ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ വായുടെ ഫലത്താൽ, അതാണ് പറയുന്നത്, നേരായി നടക്കുന്നവർക്ക് ഓരോ നന്മയും ദൈവം മുടക്കുകയില്ല. അല്ലേ? ആമേൻ. ഈ നന്മ പ്രാപിക്കുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. വളരെ സിമ്പിളാണ്. ആമേൻ. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ ലഭിക്കും. നമ്മൾ എന്താ ചെയ്താൽ മതി? നമ്മൾ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുവാൻ തയ്യാറാണെങ്കിൽ അതോടുകൂടെ ഇതൊക്കെയും, നിനക്ക് ആഹാരമാണോ, നിനക്ക് വസ്ത്രമാണോ, നിനക്ക് പാർപ്പിടമാണോ, ഇതൊക്കെയും എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവം എല്ലാം തന്നിട്ടുണ്ട്. അല്ലേ? പൗലോസ് പറയുന്നില്ലേ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം. അടുത്ത വാക്യം എനിക്ക് ഏറ്റവും ഇഷ്ടം. ആമേൻ. തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തരും. ഒന്നെടുത്ത് വായിച്ചേ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് പറയുന്നത്. ഒന്ന് അടുത്ത് വായിച്ചാട്ടെ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിലാണോ? ഫിലിപ്പിയ ലേഖനം 4:19 ഒന്ന് വായിച്ചേ. എല്ലാവരും വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 4:19. എന്റെ ദൈവമോ. അപ്പൊ വ്യക്തിപരമായിട്ട് നമുക്ക് ദൈവത്തോട് എന്തുണ്ടാകണം? ഒരു ബന്ധം ഉണ്ടാകണം. ദൈവത്തോട് വ്യക്തിപരമായി നമുക്ക് ബന്ധം ഉണ്ടാകണം. എന്റെ ദൈവമാണ്. അല്ലേ? പൗലോസ് പറയുകയാണ് ഫിലിപ്പിയ ലേഖനത്തിലെ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, കണ്ടോ പറഞ്ഞേ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. നമ്മളൊരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ പോയാൽ, ആമേൻ, ആരുടെയെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് തീർക്കാൻ പറ്റുമോ? പ്രൈസലോ. നമ്മൾ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൊടുത്താൽ, അല്ലേ, ആമേൻ, സ്തോത്രം, തീർന്നതാണോ ബുദ്ധിമുട്ട്? തീർന്നതാണോ? ആമേൻ, മതി, ആമേൻ, എൻ്റെ ബുദ്ധിമുട്ട് തീർന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? പ്രൈസലോ. എന്നാ വചനം പറയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എങ്ങനെയാ വായിച്ചേ? മഹത്വത്തോടെ. കണ്ടോ? മഹത്വത്തോടെ ദൈവം, ആമേൻ, ബുദ്ധിമുട്ടൊക്കെയും എങ്ങനെയാ തീർക്കുന്നത്? തന്റെ മഹത്വത്തോടെ. എന്താണ്? തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ. ആ വാക്കിന്റെ അടിയിൽ ശ്രദ്ധിക്കുന്നതാണ്. അല്ലേ? അവൻ എങ്ങനെ തീർത്തു തരും? ക്രിസ്തു യേശുവിൽ എങ്ങനെ തീർത്തു തരും? പൂർണ്ണമായി തീർത്തു തരും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു തരുമ്പോ അതെങ്ങനെ തീർത്തു തരും? പറഞ്ഞേ. പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ മതിയേ. എൻ്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ മതിയേ. എൻ്റെ ദൈവത്തോട് നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം അത് ക്രിസ്തുയേശുവിൽ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം എങ്ങനെ തീർത്തു തരും? പൂർണ്ണമായി തീർത്തു തരും. പൂർണ്ണമായി തീർത്തു തരും. ആമേ, നിനക്ക് ഞെരുക്കമുണ്ടെങ്കിൽ, നിനക്ക് ഭാരമുണ്ടെങ്കിൽ, നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ, ആമേ, നീ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ആമേ, സ്തോത്രം. ആടടുക്കലും പരാതിയും പറയാൻ പോകേണ്ട കാര്യമില്ല. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. നിന്റെ വചനം പറയുന്നുണ്ടല്ലോ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നീ അത് പൂർണ്ണമായി തീർത്തു. ദൈവം തീർത്തു തരാൻ ദൈവം ശക്തനാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആമേൻ, സ്തോത്രം, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. ഹോശേയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ, ആമേൻ, 15-ാമത്തെ വാക്യം ഒന്നെടുത്ത് വായിച്ചേ. ഹോശേയ 5:15 വാക്യം എന്താ വായിക്കുന്നേ? ഹോശേയ പ്രവചന പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവർ കുറ്റം ഏറ്റു പറഞ്ഞു. കുറ്റം പറഞ്ഞിട്ടല്ല, കുറ്റം പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അല്ലേ? എല്ലാവരും കുറ്റം പറയുന്നവരാ. എത്ര പറയുന്നില്ലെന്ന് പറഞ്ഞാലും കുറ്റേ പറയത്തുള്ളൂ. അല്ലേ? ആ സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊന്നും അത്ര കുറ്റം പറച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കൂടുതലാ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. കാരണം ഇത് പറയാൻ എളുപ്പമാണ്. കാരണം ആമേൻ, വിദേശത്തുള്ള വ്യക്തിയോടും കുറ്റം പറയാൻ പറ്റും. അല്ലേ? ആമേൻ, മറ്റ് സ്റ്റേറ്റിലുള്ള വ്യക്തിയോടും കുറ്റം പറയാൻ പറ്റും. മറ്റേ ആമേൻ സ്ഥലത്ത് കിലോമീറ്റർ അകലെയാണെങ്കിൽ കുറ്റം പറയാൻ കഴിയും. കാരണം ഹലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കുറ്റം പറയാൻ പറ്റും. കുറ്റം പറയാനല്ല ഇവിടെ വേദോസ് പറയുന്നേ, ആണോ? സ്തോത്രം. ഈ കുറ്റം പറയുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഫോൺ വിളിക്കണ്ടെന്ന് പറയും. കാരണം അറിയോ, വിളിച്ചാൽ കുറ്റമായി മാറും, അല്ലേ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കുറ്റം പറച്ചില് ഏറ്റവും വലിയ കുഴപ്പമുള്ള കാര്യമാണ്, കുറ്റം പറച്ചില്, അല്ലേ? വേദോസം പറഞ്ഞു കുറ്റം പറയാനല്ല, കുറ്റം എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ്. കുറ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ എന്തില്ല? ശുഭമതിയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിന്റെ കാരണം ലഭിക്കുമെന്ന ദൈവത്തിന് പറയുന്നേ. കുറ്റം ഏറ്റു പറയുക, വീണ്ടും തന്നെ ചെയ്ത എന്താ കാര്യം, അല്ലേ? കുറ്റം ഏറ്റു പറഞ്ഞിട്ട് എന്ത് വേണ്ടെന്ന് പറയുന്നേ? കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം. അപ്പോ ഈ കുറ്റം ഏറ്റു പറയാതെ ദൈവമുഖം അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവമുഖം അന്വേഷിക്കുന്ന ഞാനും നിങ്ങളും ഒന്നാമത് ചെയ്യേണ്ടത് കുറ്റം ഏറ്റു പറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി. അപ്പോ ദൈവം മടങ്ങിപ്പോയി. മുഖം അന്വേഷിക്കുമ്പോ, ഈ മുഖം അന്വേഷിക്കുന്ന ദൈവം മുൻപാകെ ദൈവവൈദ്യാകും നമ്മളായിരിക്കുമ്പോ, ഈ മുഖം അന്വേഷിക്കുന്ന ദൈവം ആമേൻ മുഖം തരാൻ വരത്തില്ല. വിടോ? എന്താ വായിക്കുന്നേ? അവൻ മടങ്ങിപ്പോയി. ആമേൻ. ഈ കുറ്റം ഏറ്റു പറയാത്തോളം കാലം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അവൻ നമുക്ക് മുഖം തരത്തില്ല. വായിക്കുന്നുണ്ട്, എൻ്റെ മുഖം നിങ്ങൾ നിരന്തരം അന്വേഷിപ്പീനെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ മുഖം ആമേൻ തരാതെ നിങ്ങൾ അന്വേഷിക്കുമ്പോഴും ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. എന്താ ദൈവം പറയുന്നേ? എൻ്റെ ദൈവത്തിന് എന്തുണ്ട്? ഇറങ്ങി വന്ന് നിന്റെ വിശികത്തമ്മ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാ ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തെ? കുറ്റം നീ ഏറ്റു പറഞ്ഞില്ല. കുറ്റം ഏറ്റു പറയണതിന് പകരം നീ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? നിന്റെ മുഖം അന്വേഷിച്ച് ആമേൻ അവൻ അതിന് മതി എന്ത് ചെയ്യത്തില്ല? ഇറങ്ങി വരികയില്ല. ഉണ്ടോ? കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോഴും ഞാൻ മടങ്ങിപ്പോയി എന്ത് ചെയ്യും? എൻ്റെ സ്ഥലത്ത് ഇരിക്കും. അടുത്ത വാക്യം പറയുകയാണ്, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കണ്ടോ? കഷ്ടതയിൽ അവർ എന്നെ എങ്ങനെ അന്വേഷിക്കും? ജാഗ്രതയോടെ അന്വേഷിക്കും, അല്ലേ? കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സംഗീതകാരൻ പറയുന്നുണ്ട്, കഷ്ടം അടുത്തിരിക്കാൻ നീ എന്നെ വിട്ട് അകന്നിരിക്കരുതേ. കഷ്ടതയിൽ നീ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ജാഗ്രതയോടെ. കഷ്ടത വേണ നമുക്കെന്നുണ്ടാകണം? ഒരു ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കണം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം വായിക്കുമ്പോൾ ആമേൻ യെശയ്യാവ് പറയുന്നൊരു വാക്യം വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നെടുത്ത് വായിച്ചേ, 64-ാമത്തെ അധ്യായം, യെശയ്യാവ് 64. ഒന്ന് വായിച്ചേ. അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ. കണ്ടോ? തീയിൽ ഏത് കത്താത്ത വിറകും കത്തണമെങ്കിൽ ആമേൻ ആദ്യം കത്തിക്കേണ്ടത് ചുള്ളിയാ, അല്ലേ? ഏത് കീറാമുട്ടിയും കത്തും, പക്ഷെ ചുള്ളി കത്തിയിട്ട് വേണം പറഞ്ഞേ കീറാമുട്ടി കത്തണത്, അല്ലേ? ആമേൻ. കീറാമുട്ടി പെട്ടെന്ന് കത്തില്ല, അല്ലേ? ആമേൻ. ഈ കീറാമുട്ടി സ്തോത്രം എവിടെയുണ്ട്? അടുപ്പിൽ മാത്രമൊന്നുമല്ല, ദൈവസഭയുടെ അകത്തും ചില കീറാമുട്ടികളുണ്ട്, അല്ലേ? പക്ഷെ ആ കീറാമുട്ടി കത്തുമെന്ന ദിവസം പറയുന്നേ. തുള്ളി കത്തുമ്പോ പറഞ്ഞേ അതും കത്തും, അല്ലേ? ആമേൻ. അതും കത്തും. ചുള്ളി കത്തിച്ച് വേണം കീറാമുട്ടിയെ കത്തിക്കാൻ. ഓടിച്ചെന്ന് കീറാമുട്ടി കത്തിക്കാൻ വിചാരിച്ചെന്തില്ല, കത്തത്തില്ല, അല്ലേ? ചില കീറാമുട്ടിയൊക്കെ എന്ത് ചെയ്യും? കത്തിക്കഴിയുമ്പോ ആമേൻ എല്ലാം ആമേൻ പറഞ്ഞേ ചുള്ളി കത്തിയ പോലെ തന്നെ അതും ആയിത്തീരും, അല്ലേ? പറയുകയാണ്, ചുള്ളി കത്തും പോലെ തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിൻ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം എന്നുണ്ട്, ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ. അപ്പൊ ദൈവം ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു.
ആമേൻ. ദൈവം ആകാശം കീറി ഇറങ്ങി വരുന്ന എപ്പോഴാ? അവർ കുറ്റം വിറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ, അല്ലേ? മടങ്ങിപ്പോയി ദൈവം. അതിന് മതി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയാണ്. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങള് നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും, അല്ലേ വായിച്ചേ? നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഒരുങ്ങി പോവുകയും ചെയ്തുവല്ലോ. മലകൾ തിരുമുമ്പിൽ ഒരുങ്ങി പോകുകയും ചെയ്തുവല്ലോ. നീ അല്ലാതെ ഒരു ദൈവം നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആമേൻ. ഞാൻ പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം മുമ്പാകെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം മുമ്പാകെ ഇടിവ് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവസ്ഥനിൽ കരയാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ. കഴിഞ്ഞ ആമേൻ 6 ദിവസം 7ാമത്തെ ദിവസം ആമേൻ ദൈവസ്ഥനിൽ കാത്തിരിക്കാൻ ദൈവം കൃപ തന്നു. ഒരു ഭക്ഷണം പോലും കഴിക്കാതെ കർത്താവിന് മുമ്പാകെ കാത്തിരിക്കുമ്പോൾ കാര്യം എനിക്ക് ബോധമാണ്. ഏത് കാര്യത്തിന് വേണ്ടിയാണ് മുഴങ്കാൽ മടക്കി കാത്തിരിക്കുന്നതെങ്കിൽ ദൈവം അതിന്റെ മതി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മുടെ കണ്ണിന്റെ മുൻപാകെ ദൈവം അത് കാണിക്കുവാനായിത്തീരും. നമുക്ക് വിശ്വാസം ഉണ്ടാകണം. കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്താ വായിക്കുന്നേ? പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. കണ്ടോ? പണ്ട് മുതൽ ആരും അത് കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. കണ്ണുകൊണ്ട് ആമേൻ കണ്ടിട്ടുമില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാ. ആമേൻ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്തതാ. ദൈവത്തിന്റെ ബദലേ ആമേൻ ഞാനും നിങ്ങളും അവന്റെ സന്നിധിയിലെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ കാത്തിരിക്കുന്നവന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയവനായ ദൈവം നമ്മുടെ മതിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 7ാമത്തെ വാക്യം ഒന്ന് എടുത്ത് വായിച്ചേ. സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ 7ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന് ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. എന്താ ജനം പറയുന്നത്? മോശയുടെ അടുക്കൽ വന്നിട്ട് എന്താ പറയുന്നേ? വായിക്കേ. സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം 7ാമത്തെ വാക്യം. കിട്ടിയോ? ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന് ഞങ്ങൾ യഹോവയ്ക്കും, കേട്ടോ, ഈ യഹോവയ്ക്ക് വിരോധമായി പറയുന്ന പോലെയാണ് മോശയെ നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത് മാത്രമല്ല, ദൈവദാസന്മാരുടെ നേരെ പറയുന്നതും അത് പാപമാണ്, അല്ലേ? ആമേൻ. സ്വതം അങ്ങനെ വിരോധമായി സംസാരിക്കുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത്. പാപത്തിന്റെ വാതിൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണമെന്നാണ് ദൈവത്തിന് വചനം പറയുന്നേ. അവിടെ വായിക്കുന്നു. എന്താ വായിക്കുന്നേ? നിങ്ങൾ യഹോവയ്ക്കും വിരോധമായി സംസാരിച്ചതിനാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ദൈവത്തിന് വിരോധമായി സംസാരിച്ച പോലെ മോശയ്ക്കും വിരോധമായി സംസാരിച്ചപ്പോ അവിടെ ആര് വന്നെന്നാ പറയുന്നേ? സർപ്പം വന്നു, അവിടെ പിശാച് വന്നു, അവിടെ സാത്താൻ ഇടമുണ്ടായി, അല്ലേ? പക്ഷേ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചാലും മോശ പ്രാർത്ഥിച്ചപ്പോഴേ സർപ്പം പോയുള്ളൂ. മോശ പ്രാർത്ഥിച്ചപ്പോഴേ സാത്താൻ പോയുള്ളൂ. മോശ പ്രാർത്ഥിച്ചപ്പോഴേ അവിടെ വിടു ലഭിച്ചതുള്ളൂ. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ ഓർത്ത് നീ കുറ്റം പറയരുത്. ഹല്ലേലൂയ. അപവാദം പറയരുത്. ഹല്ലേലൂയ. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആരെങ്കിലും കുറ്റം പറഞ്ഞു എന്ന് പറയാറുണ്ടോ? പ്രൈസോ. ചില പറയാറുണ്ട്. എന്താ പറയുക? ആമേൻ. കുറ്റം പറഞ്ഞതല്ല, പിന്നെടാ ഉള്ളത് പറഞ്ഞതാണെന്ന്, അല്ലേ? ഉള്ളതാണെങ്കിലും ചിലപ്പോൾ ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ പറയാതിരിക്കേണ്ടി വരും. അല്ല, ആർക്കാ കുറവില്ലാത്തത്? ആർക്കാ കുറ്റമില്ലാത്തത്? അല്ലേ? നമ്മളിങ്ങനെ
ഞാൻ ആമേൻ ആരെങ്കിലും നേരെ ഒന്ന് വിരൽ ചൂണ്ടിയ ഈ 3 വിരൽ എൻ്റെ നേരെ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ചൂണ്ടുക അല്ലേ? ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ 3 വിരല്, ഈ 3 വിരലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വിരൽ നമ്മൾ അധികം എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ ചൂണ്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യത്തില്ല? ആമേൻ ഈ 3 വിരൽ കാണാതെ നമ്മൾ ഇങ്ങനെ ചൂണ്ടുക അല്ലേ? ആമേൻ സ്തോത്രം. മനുഷ്യനാണോ? കുറ്റമൊക്കെ പറഞ്ഞു പോകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരമാവധി ശ്രമിക്കണം അത് പറയാതിരിക്കാൻ അല്ലേ? നമ്മൾ 24-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 24-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? 24-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം പറയുന്നു, ഇതാകുന്നു അവനെ അന്വേഷിക്കുന്ന തലമുറ. എന്താ പറയുന്നേ? ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. കണ്ടോ? തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. തിരുമുഖം അന്വേഷിക്കുന്നവർ. നമ്മൾ ആരെ അന്വേഷിക്കണം? തിരുമുഖം അന്വേഷിക്കണം. തിരുമുഖം അന്വേഷിക്കണം. തിരുമുഖം അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നം എന്താണെങ്കിലും തിരുമുഖം അന്വേഷിച്ചാൽ അവൻ അത് പരിഹരിപ്പാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആമേൻ, യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, വെയിൽ തെളിഞ്ഞു നോക്കുമ്പോൾ. കണ്ടോ? വെയിൽ എന്തുണ്ട്? തെളിഞ്ഞു നോക്കുമ്പോൾ. നമ്മൾ പറയല്ലേ ഇന്ന് വെയിൽ പോരാ അല്ലേ, ഇന്നൊരു മഴക്കാലാണെന്ന് അല്ലേ? വെയിൽ തന്നെ തെളിഞ്ഞു നോക്കുമ്പോ, കൊയ്ത്ത് കാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞ് പൊഴിക്കുമ്പോൾ. കണ്ടോ? കൊയ്ത്ത് കാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞ് പൊഴിക്കുമ്പോ ഞാൻ എന്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. എന്താ പറയുന്നേ? ഞാൻ എന്റെ പറഞ്ഞേ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ നിവാസത്തിൽ നമ്മൾ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ദൈവം നമ്മുടെ പ്രശ്നത്തിൻ്റെ മതിയെ ഇറങ്ങി വന്നേ മതിയാകും. നമ്മുടെ വിഷയത്തിൻ്റെ മതിയെ ഇറങ്ങി വന്നേ മതിയാകും. നമ്മെ അസ്വസ്ഥരാക്കുന്ന, നമ്മെ സ്തോത്രം പറഞ്ഞ് ടെൻഷൻ കൊണ്ടുവരുന്ന, ഡിപ്രഷൻ കൊണ്ടുവരുന്ന വിഷയത്തിൻ്റെ മതിയെ ആമേൻ അത് മാറ്റി ഒരു സ്വസ്ഥത തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. സ്വസ്ഥത തരുമോ? സ്വസ്ഥത തരുമോ? സ്വസ്ഥത തരുമോ? സ്വസ്ഥത തരും. എങ്ങനെ സ്വസ്ഥത തരുന്നേ? ഹല്ലേലൂയ. യെശയ്യാവ് 28:11 വായിക്കുമ്പോൾ യെശയ്യാവ് പറയുന്നുണ്ട്, ഒന്ന് വായിച്ചേ. യെശയ്യാവ് 28:11. അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും. ഒന്ന് വായിച്ചേ. കണ്ടോ? വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ അല്ലേ? കാരണം അതുകൊണ്ടാ ഈ അന്യഭാഷ പറയുന്നതിനേക്കാൾ മുമ്പ്, ആത്മാവിൽ ആരാധിക്കുന്നതിനേക്കാൾ മുമ്പ്, ഭാഷാവരം ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് വിക്കി വിക്കി പറയുന്ന അല്ലേ? നീ കളിയാക്കരുത്. നീ പ്രാപിച്ചില്ലെങ്കിൽ നീ പ്രാപിക്കണം. ആത്മാവിനെ നീ ആമേൻ ദുഷിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനെ ദൈവം ഒരു നാളും എന്തില്ല, വിടവിടില്ല. വിടോ? അവിടെ പറയുന്നത് വിക്കി വിക്കി പറയുന്ന ആദരങ്ങളാൽ. വായിച്ചേ. അന്യഭാഷയിലും. ആദ്യം അന്യഭാഷയല്ല പറയുന്നേ, വിക്കി വിക്കി പറയുന്ന ആദരങ്ങളാൽ അല്ലേ? അന്യഭാഷയാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ദൈവം സംസാരിക്കും. ഈ അപ്പനോട് സംസാരിക്കുന്നത് അന്യഭാഷ. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു അല്ലേ? പണ്ടൊക്കെ ആമേൻ സ്തോത്രം നമ്മുടെ ആഗനയ്ക്ക് സംശയമുണ്ട്, അപ്പനോടാണോ സംസാരിക്കുന്നത് അല്ലേ? ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? അപ്പനോട് സംസാരിക്കാൻ ഭയങ്കര സന്തോഷം അല്ലേ? അന്യഭാഷയിൽ പറയാനും പാടാനും പ്രാർത്ഥിക്കാനും ദൈവം ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. ആ കൃപ ജ്വലിപ്പിക്കണം അല്ലേ? അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നേ. നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടാകണം അല്ലേ? ആമേൻ. ഇവിടെ വായിക്കുന്നത് വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും അവൻ ജനത്തോട് സംസാരിക്കും. അടുത്ത വായിക്കാം. ഇതാകുന്നു സ്വസ്ഥത. ഇതാകുന്നു. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുമ്പോ ഇതാകുന്നു
സ്വസ്ഥത. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ. കണ്ടോ, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുക്കുകയും ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തു. ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ല. എന്തില്ല? എങ്കിലും കേൾപ്പാൻ അവർക്ക് എന്തില്ല? മനസ്സില്ല. കേൾപ്പാൻ അവർക്ക് എന്തില്ല? മനസ്സില്ല. ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണു തകർന്നു. കുടുക്കി അകപ്പെട്ട് പിടിപ്പെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക്. കണ്ടോ, യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം എന്ന്. ഇവിടെ അല്പം, ഇവിടെ അല്പം, അവിടെ അല്പം എന്നായിരിക്കും. ഇവിടെ അല്പം, അവിടെ അല്പം അല്ലേ എന്നുള്ളത് അങ്ങനെ. ഇവിടെ അല്പം, അവിടെ അല്പം അല്ലേ. ആമേൻ, സ്തോത്രം. ദൈവത്തിലെ ഒരു ക്രമത്തിൽ പോയാലേ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ക്രമം കെട്ട പ്രവൃത്തിയെ ദൈവം വെറുക്കുന്നു. ക്രമം കെട്ട പ്രവൃത്തിയെ ദൈവം വെറുക്കുന്നു. ക്രമക്കേടുണ്ടോ ദൈവം വെറുക്കും അല്ലേ. യോദോൻ തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നത് കൊണ്ട് അവൻ ആരായിത്തീർന്നു? പ്രബലനായിത്തീർന്നു അല്ലേ. യോദോം എവിടെ വായിക്കുന്നേ? 2 ദിനവൃത്താന്ത പുസ്തകം 27-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം ഒന്ന് ഒളിച്ചു വായിച്ചേ. 2 ദിനവൃത്താന്തം 27-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആമേൻ, വായിച്ചേ. അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ പടിവാതിൽ പണിതു. ഒഫേലിന്റെ മതിൽ അവൻ വളരെ പണിത് ഉറപ്പിച്ചു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്ത പോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അതിന്റെ 6-ാമത്തെ വാക്യം. ഇങ്ങനെ യോദോം തന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. ഇങ്ങനെ യോദോം തന്റെ ദൈവമായ ആമേൻ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നത് കൊണ്ട് ബലവാനായി തീർന്നു. ഈ ക്രമമായി നടന്ന നമ്മൾ ആരായിത്തീരും? ബലവാനായി മാറും. നമ്മൾ നടന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് പറയത്തുള്ളൂ അല്ലേ. പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം ഒരു വ്യക്തിയെ കുറിച്ച്. യോബിന്റെ പുസ്തകം 1:1 വായിക്കുമ്പോ ഒന്നെടുത്ത് വായിച്ചേ. യോബിന്റെ പുസ്തകം 1:1 വായിച്ചേ. എന്താ വായിക്കുന്നേ? പരിശുദ്ധാത്മാവ് എന്താ പറയുന്നേ? യോബിന്റെ പുസ്തകം 1:1. ദേശത്ത് യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവിടെ പറയാണ് യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ഓരോ ദേശത്ത് ആമേൻ ആയിരിക്കുന്നവരെ കുറിച്ചും ആമേൻ പരിശുദ്ധാത്മാവ് പറയണം. യോബ് ഊസ് എന്ന ദേശത്ത് പാർത്ത വ്യക്തിയാണ്. വായിച്ചേ. അവൻ നിഷ്കളങ്കനും, അവനെ കുറിച്ച് പറയുകയാണ് പരിശുദ്ധാത്മാവ്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും, നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. കേട്ടോ, പരിശുദ്ധാത്മാവ് അങ്ങനെ പറയേണ്ട കാരണം ആ ഊസ് എന്ന് പറയുന്ന ദേശത്ത് ഉള്ളവനെ കുറിച്ച് എടുത്തു പറയുന്ന കാര്യം എന്താണെന്നറിയോ? അവൻ നേരുള്ളവനാണ്, അവൻ യഹോവ ഭക്തനാണ്, ദൈവഭക്തനും, അവൻ ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. സകലവിധ ദോഷവും വിട്ടകലുന്നവനാണ് അല്ലേ. ദോഷം വിട്ടകലുന്നവനാണ്. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. സ്തോത്രം അല്ലേ. എന്നാൽ നമ്മെ ആരാണെന്ന് ആര് പറയണം? പറഞ്ഞേ, ദൈവം പറയണം അല്ലേ. യോബിന്റെ 1:6 കൂടി ചേർത്ത് വായിച്ചേ. യോബ് 1:6. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ ചെയ്തു യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. എവിടെ ചെന്നു? ദൈവപുത്രന്മാരെ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. കണ്ടോ, അവര് ചെന്നപ്പോ കൂട്ടത്തിൽ ആരും ചെന്നു? സാത്താൻ അല്ലേ. ഈ നമ്മൾ പലപ്പോഴും ഈ സാത്താന്റെ ഏജന്റായി മാറുന്നുണ്ടോ എന്ന് നോക്കണം
ആമേൻ. ആ ദൈവത്തന്മാരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തു? സാത്താനും ചെന്നു. യഹോവ സാത്താനോട് അവിടെ വരെ ചെല്ലാനുണ്ട്, കഴിഞ്ഞു, ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, അപ്പോ ഈ ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഭൂമിയിൽ ഓടാടി സഞ്ചരിച്ചിട്ട് വരുന്നു അല്ലേ? ഈ സാത്താന്റെ പരിപാടി ഭൂമിയിൽ ഇങ്ങനെ ഓടാടി സഞ്ചരിക്കാം. ഈ സാത്താന്റെ ഏജന്റുമാരുണ്ട്. എങ്ങനെയറിയോ? ഈ സാത്താന്റെ ശുശ്രൂഷ ഈ ഏജന്റുമാരെന്ത് ചെയ്യും? ആമേൻ ആമേൻ. ഡയറക്റ്റ് ഏജൻസി എടുത്ത് അതാണ് ചെയ്യാൻ തുടങ്ങും അല്ലേ? സാത്താൻ ഇവരെ കൊണ്ട് എന്ത് ചെയ്യാ? ചെയ്യിപ്പിക്കുക അല്ലേ? എങ്ങനെ ചെയ്യിപ്പിക്കുന്നേ? ശരിയാണോ? ഇത് ശരിയാണോ? അതെങ്ങനെയാണോ? ഇതിങ്ങനെയാണോ? അല്ലേ? നീ സാത്താന്റെ ഏജന്റായി തീരരുത്. അല്ലേലൂയ. നമ്മൾ ആരാണെന്ന് ആര് പറയണം? സാത്താനല്ല പറയേണ്ടത്, ദൈവം പറയണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? നമ്മൾ ആരാണെന്ന് ആര് പറയണം? ഞാനും നിങ്ങളും ആരാണെന്ന് ആര് പറയണം? ദൈവം പറയണം. ഇവിടെ മനുഷ്യന്റെ സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ ആമേൻ. മാർക്കൊന്നും നമുക്ക് വേണ്ട. നമ്മളിങ്ങനെ പറയാറുണ്ട്, നീ എന്തിനാ ഈ ചുണ്ണാമ്പ് തോണ്ടിങ്ങനെ നടക്കണേ, ഇങ്ങനെ മാർക്കിടാൻ അല്ലേ? നീ ആടേലും ചുണ്ണാമ്പ് തോന്നാൻ പോകണ്ട. എന്നെ നിങ്ങളെയും കുറിച്ച് സാത്താനല്ല പറയേണ്ടത്, നമ്മെ കുറിച്ച് ആര് പറയണം? ദൈവം പറയണം. ഈ നമ്മളൊക്കെ നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആരെയും എന്ത് പറയത്തില്ല? നല്ലത് പറയത്തില്ല. പറയോ? നമ്മൾ ആരെങ്കിലും നല്ലത് പറയോ? ആമേൻ. നല്ല ഒരു ഭിത്തി ഉണ്ടെങ്കിലും നമ്മൾ അതേ നോക്കിയിട്ട് പറയും, കാര്യം ഭിത്തിക്കും കൊള്ളാം, നല്ലതാണ്, പക്ഷേ അവിടെ എന്തുണ്ട്? അവിടെ ഒരു കുത്ത് കാണുന്നുണ്ട്. അവിടെ എന്തുണ്ട്? ഒരു കുത്ത്. അപ്പോ നല്ലതാണ് പക്ഷെ ഭിത്തി, പക്ഷെ നമ്മുടെ കാണുന്ന നല്ല മുഴുവൻ വശത്തിയല്ല കാണുന്നത്, അവിടെ കാണുന്ന കുത്തിനെ കാണുന്ന. ഹല്ലേലൂയ. ഇങ്ങനെ പലതും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, ആമേൻ. പണ്ടൊരിക്കൽ ഡി.എൽ. മോഡിയെ കുറിച്ച് പറഞ്ഞു. ഡി.എൽ. മോഡിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല എന്ന് അവിടെയുള്ള ജനം പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു, ഡി.എൽ. മോഡിയെ കുറിച്ച് പറഞ്ഞു, എന്തില്ല? വലിയ ഗ്രാമർ ഒന്നും ഇല്ല. ആമേൻ, സ്തോത്രം. പക്ഷേ പ്രസംഗിക്കാൻ അറിയില്ലെങ്കിലും, പ്രസംഗിക്കുന്നത് ഗ്രാമർ ഇല്ലാതെയാണെങ്കിലും, പിന്നൊരു കാര്യം പറഞ്ഞു. ആമേൻ. ആയിരക്കണക്കിന് ആളുകളെ ആമേൻ ഡി.എൽ. മോഡി നേടി. നമ്മൾ ആരെയും നേടിയിട്ടില്ല, നമ്മൾ ആരെയും നേടാൻ ശ്രമിച്ചിട്ടില്ല. ആമേൻ. എങ്കിലും പറയും, പ്രസംഗം കൊള്ളത്തില്ല, പിന്നെ പാട്ട് കൊള്ളത്തില്ല, പിന്നെ ആമേൻ ഹല്ലേലൂയ ഒന്നും കൊള്ളത്തില്ല, വെറും വേസ്റ്റ്. ഹല്ലേലൂയ. നീ അത് പറയരുത്. പ്രൈസ് ദി ലോർഡ്. നീ അത് പറഞ്ഞ് നടക്കരുത്. നമ്മൾ മുകളിലോട്ട് തുപ്പിയാണ്ടല്ലോ, മലർന്ന് കിടന്നിട്ട് നമ്മുടെ മേലെ ഒന്ന് വീഴുന്നേ. നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലത് പറയാൻ മനസ്സാക്കണം അല്ലേ? ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവ സാത്താനോട്, നീ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? കണ്ടോ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരുമില്ല. ആര് പറഞ്ഞു? നമ്മളെ കുറിച്ച് ദൈവം അങ്ങനെ പറയോ? അങ്ങനെ പറയുന്നവനാണെങ്കിൽ നീ കുറ്റം പറഞ്ഞു കാണുന്നോ? കാരണം ദൈവം പോലും നിന്നെ കുറിച്ച് അങ്ങ് സാക്ഷീകരിച്ചില്ലേ? പിന്നെ അല്ലേ? പ്രൈസോ, അതിന് വലിയ സാക്ഷ്യം വലുതുണ്ടോ? അങ്ങനെ സാക്ഷ്യം പറയുന്ന എത്ര പേരുണ്ട്? കൈവക്കാൻ ഞാൻ പറയുന്നില്ല. കാരണം
പൊക്കാൻ പറഞ്ഞ വെറുതെ പൊക്കിയിട്ട് കാര്യമില്ല, അല്ലേ? ദൈവം അവനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നാ വായിക്കുന്നേ, അല്ലേ? അതാ വേണ്ടത്, അല്ലേ? പക്ഷേ കണ്ടോ സഹോദരം, അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ച എല്ലാം വായിക്കണമെന്നില്ല. 9-ാമത്തെ വാക്യം യോബ് 2:9. കണ്ടോ, അവന്റെ ഭാര്യ അവനോട്, ആരെ കുറിച്ച്? ദൈവം പറഞ്ഞ ശേഷം അവന്റെ ഭാര്യ അവനോട് ഒരു കാര്യം അവള് പറഞ്ഞു, നീ നിന്റെ ഭക്തി. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ആരാണ്? ഭക്തനാ. അവന്റെ ഭാര്യ അത് മനസ്സിലാക്കി, നീ ഭക്തനാണെന്ന്, അല്ലേ? സ്തോത്രം. നിന്നെക്കുറിച്ച് പറയുന്ന ഭാര്യ ചേട്ടൻ എപ്പോഴും കുറ്റം പറയത്തുള്ളൂ. എന്താ കാരണം? കുറ്റം പറയത്തുള്ളൂ, അതുകൊണ്ടാ, അല്ലേ? യോബിന്റെ ഭാര്യ ഉള്ളതുപോലെ പറഞ്ഞു. അവന്റെ ഭാര്യ പറയാണ്, എന്താ പറയുന്നേ? നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ. അവൻ എന്തുണ്ടായിരുന്നോ? ഭക്തിയുണ്ടോ? അത് അവന്റെ ഭാര്യ മനസ്സിലാക്കി. ഭാര്യ പറയാണ്, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ, നിന്റെ ആശ്രയമല്ലയോ. ആമേൻ, അല്ലേ? ആമേൻ. നമ്മുടെ ഭാര്യ നമ്മെ കുറിച്ച് ആമേൻ അങ്ങനെ പറയുന്നുവെങ്കിൽ അതൊരു വലിയ സാക്ഷ്യം തന്നെയാണ്, അല്ലേ? കാരണം ഭാര്യയ്ക്ക് അറിയത്തുള്ളൂ ആമേൻ ഭർത്താവിന്റെ എല്ലാ കുറവും, അല്ലേ? എല്ലാ കുറ്റവും, അല്ലേ? എന്നാൽ യോബിന്റെ ഭാര്യ ഉള്ളതുപോലെ പറഞ്ഞു, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ. പിന്നെ, അല്ലേ? നമ്മളൊക്കെ എങ്ങനെയാണെന്നറിയോ? ഈ മരിച്ചു കഴിഞ്ഞാലാണ് ആമേൻ പലതും എന്ത് ചെയ്യണത്? ആ വ്യക്തിയെ കുറിച്ച് നല്ലതാണെന്ന് പറയത്തുള്ളൂ. ജീവിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യത്തില്ല? പറഞ്ഞേ, നല്ലതാണെന്ന് പറയത്തില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ പറയുന്ന അനുസ്മരണമുണ്ട്, അല്ലേ? അല്ലേ? അല്ലെങ്കിൽ ആശംസയ്ക്കും പറയാൻ നമ്മൾ കൊടുക്കും. ആമേൻ. ആ സമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവനെക്കുറിച്ച്, അല്ലേ, ഒരു നല്ല വാക്ക് പറയത്തില്ല, അല്ലേ? നല്ല വാക്ക് സംസാരിക്കത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരാണെങ്കിലും സഭയിലെ മൂപ്പന്മാരാണെങ്കിലും കൂട്ട് വിശ്വാസികളാണെങ്കിലും ആമേൻ ഓർത്ത് 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 എന്ത് പറയും? നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. വല്ല കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ, അല്ലേ? ആമേൻ. ഈ പല ആളുകളുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ആമേൻ പറഞ്ഞേ ഒരു വലിയ റീത്തുമായി പോയി ആ റീത്ത് കൊണ്ടുപോയി അവിടെ വയ്ക്കും, അല്ലേ? ഞാൻ പറയട്ടെ, അവൻ രോഗിയായി കിടക്കുമ്പോ ആമേൻ 1 കിലോ ആപ്പിളുമായി ചെന്ന് 1 കിലോ മുന്തിരിയുമായി ചെന്ന് ഒരു ആശ്വാസവാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമ്മൾ എന്തില്ല, തയ്യാറല്ല. മരിച്ചിട്ട് ഒരു റീത്ത് കൊണ്ടുപോയി വെക്കാനാ നമ്മൾ തയ്യാറ്. ഞാൻ പറഞ്ഞാൽ ആമേൻ, പിന്നെ മുന്തിരിയായി പോകണത് നല്ലതാ. രോഗിയുടെ അടുക്കൽ പോയി നീ കൊണ്ടുപോയ മുന്തിരി അവിടെ ഇരുന്ന് കഴുകി അവിടെ ഇരുന്ന് മുഴുവൻ ഭരിച്ചേ ആമേൻ പറഞ്ഞേ. ആമേൻ. രോഗിയോട് പറയരുത് ആമേൻ ഇവൻ വയ്യാണ്ട് കിടക്കുമ്പോ അവിടെ ആമേൻ അങ്ങനെ സംഭവിച്ചു, ആ രോഗത്തിൽ കൂടെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ബന്ധു ഇങ്ങനെ സംഭവിച്ചു. ഇതൊക്കെ കേട്ട് ആ രോഗി അവിടെ ഇരുന്ന് ചെയ്യും പറഞ്ഞേ അവിടെ ഇരുന്ന് മരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് രോഗി അടുക്കൽ പോകുമ്പോ അവിടെ മരിച്ചതും ഇവിടെ മരിച്ചതും ആ രോഗി മരിച്ചതും ഈ രോഗി മരിച്ചതും നീ പറയരുത്. നീ അവിടെ പറയണം ആമേൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഉപവസിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സൗഖ്യമാകും, ദൈവം നിന്നെ ഉദ്ധരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. ചിലക്ക് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ ഓരോ ദിവസവും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ആമേൻ ഈ മോശക്കുഞ്ഞിനെ എന്ത് സംഭവിക്കുമെന്ന് ആമേൻ നോക്കിയതുപോലെ ആമേൻ എന്താ സംഭവിക്കുന്നത്, എന്താ സംഭവം, ആകാംക്ഷ, അല്ലേ? ആമേൻ സ്തോത്രം. ആമേൻ. നീ എന്തിനാ ആകാംക്ഷപ്പെടുന്നേ? നീ എന്തിനാ ആമേൻ പ്രയാസപ്പെടുന്നേ? നീ ആകാംക്ഷപ്പെടാതെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. ആമേൻ. ദൈവം വിടുവിക്കുവാൻ ദൈവം ശക്തനാ, ദൈവം സൗഖ്യമാക്കുവാൻ ശക്തനാ, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാ. കഴിയുമെങ്കിൽ നീ പ്രാർത്ഥിച്ചു മുന്നേറുക, കഴിയുമെങ്കിൽ ഉപവസിച്ച് മുന്നേറുക. ആമേൻ. സൗഖ്യം നൽകുവാൻ ദൈവം നിമിഷം ആമേൻ മതിയായവനാ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥന എന്ന
ആമേൻ ക്യാപ്സൂളാണ് കഴിക്കുന്നതെങ്കിൽ ആമേൻ പ്രാർത്ഥിക്കുന്ന ക്യാപ്സൂൾ കഴിക്കുന്ന ദൈവവചനം വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം ശക്തനാ. ഹല്ലേലൂയ. പക്ഷെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഹല്ലേലൂയ ആ ക്യാപ്സൂളാണ് നൽകുന്നതെങ്കിലും നമുക്ക് പലപ്പോഴും അയ്യോ എന്തില്ല ഈ ക്യാപ്സൂൾ കൊടുത്തിട്ടും നമുക്ക് വിശ്വാസമില്ല, പലപ്പോഴും സൗഖ്യമാകും വിടുവിക്കുമെന്ന്. അങ്ങനെ പറയരുത്. ഹല്ലേലൂയ. സൗഖ്യമാക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. അല്ലേ? ഒരു വാക്യം വായിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹോശിയ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ഇങ്ങനെയാണ്: വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവർ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. അവൻ സൗഖ്യമാക്കും, മുറിവ് കെട്ടും. നമ്മൾ എന്താ പറയണ്ടേ? അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ മുറിവ് കെട്ടും. അടുത്ത വാക്യം, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. കണ്ടോ? 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ, കണ്ടോ? 2 ദിവസം വൈകിയാ നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ എന്തോ സംഭവിക്കുന്നു. വേദപുസ്തകം പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ, ദൈവം നമ്മെ ജീവിപ്പിക്കുവാൻ ഹല്ലേലൂയ ആമേൻ മതിയായവനാ. ആമേൻ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിയും, ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും, ദൈവത്തിന് ജീവൻ നൽകുവാൻ കഴിയും. അവൻ ജീവൻ നൽകുക മാത്രമല്ല, ഒരു സമൃദ്ധിയായ ജീവൻ അവൻ നൽകുവാൻ മതിയായവനാണ്. സൗഖ്യമാക്കുവാൻ ദൈവം മതിയായവനാണ്. ആമേൻ. ഉദ്ധരിക്കുന്ന ദൈവമാണ്. കാരണം വായിക്കുന്നുണ്ട്, ആമേൻ ആമേൻ മരണത്തിനുള്ള നീക്കുപോക്ക് ആർക്കാ ഉള്ളത്? ഈ ലോകത്തിൽ ആർക്കാണ് മരണത്തിനുള്ള നീക്കുപോക്ക് തരാൻ കഴിയുന്നത്? ഒരേ ഒരു ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ട് 68-ാം സങ്കീർത്തനം വായിക്കുമ്പോ, ആമേൻ മരണത്തിനുള്ള നീക്കുപോക്ക് യഹോവയായ ദൈവത്തിനുള്ളതാണ്. അല്ലേ? വായിക്കുന്നുണ്ട്, ആമേൻ മരണത്തിനുള്ള നീക്കുപോക്ക് ആമേൻ യഹോവയായ ദൈവത്തിന്. വാക്യം കിട്ടിയോ? വാക്യമുണ്ട്. ആമേൻ 68-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം വായിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. 19. ദൈവം നമ്മുടെ ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. ദൈവം ആരാണ്? ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. പിന്നെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. കണ്ടോ? മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ആർക്കേ തരാൻ പറ്റത്തുള്ളൂ? പറഞ്ഞേ. നമ്മുടെ ദൈവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് തരും. ഹല്ലേലൂയ. നമുക്ക് പറയും, കുറേ കാലമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറയും, സ്തോത്രം, ഒന്ന് പ്രാർത്ഥിക്കണേ. എന്തിനു പ്രാർത്ഥിക്കണം? ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കണം. കാരണം നോക്കി തോറ്റു. ഹല്ലേലൂയ. ഒരിടത്തും പോകാൻ പറ്റത്തില്ല, അല്ലേ? സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പല കാര്യങ്ങളും ബ്ലോക്ക് വരുമ്പോൾ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചവർ പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കണം. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്, ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കരുത്, ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആയുസ് കൊടുക്കുന്നത് ആരോഗ്യത്തോടെ കൊടുക്കാൻ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ദൈവം ആരാണ്? ഉദാഹരണങ്ങളുടെ ദൈവമാണ്. അടുത്ത വാക്യം, മരണത്തിനുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളവ തന്നെ. കണ്ടോ? മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നൽകുവാൻ ആർക്ക് കഴിയും? കർത്താവായ യഹോവയ്ക്ക്. നമ്മുടെ ദൈവം നീക്കുപോക്ക് നൽകുന്ന ദൈവമാണ്. അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. നമ്മൾ പരീക്ഷയല്ല കാണേണ്ടത്, പരീക്ഷയോടുകൂടെ ഒരു പോക്കുവഴി. 1 കൊരിന്ത്യർ ലേഖനം 10:12-13 വാക്യം വായിക്കുമ്പോൾ, അവൻ പരീക്ഷയോടുകൂടെ അവൻ നമുക്ക് എന്തുണ്ട്? ഒരു പോക്കുവഴി തരും. പോക്കുവഴി തരില്ലേ? വായിച്ച 1 കൊരിന്ത്യർ 10:13. ആകെയാ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. കണ്ടോ?
ദൈവമോ വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. നിങ്ങൾക്കും കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയുണ്ടെങ്കിൽ പരീക്ഷയോടുകൂടെ അവൻ നമുക്ക് എന്തുണ്ട്? ഒരു പോക്കുവഴി. ആമേൻ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അതിൻ്റെ മതിയെ ഒരു പോക്കുവഴി തന്നെ, അതുമേൽ ഒരു ഉദാഹരണം തന്നെ, അതുമേൽ ആശ്വാസം തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവൻ. ദൈവങ്ങളിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. യഹോവേ, തിരുനിവാസം എത്ര മനോഹരം, ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവ് ഈ വചനത്താൽ നമ്മളേവരെയും സഹായിക്കട്ടെ. ദിവസം എല്ലാ ദൈവങ്ങളും സ്വസ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നാട്ടെ ഒരു പാട്ടിൻ്റെ ഇരടികൾ പാടി കർത്താവിനെ ശക്തമായി ആരാധിക്കാം. ഈ സമയത്ത് സ്തോത്ര ഒരുപാടെടുക്കും ചെയ്യാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ശക്തമായി പാടി കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ, മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ, മാറാതേറിടുമ്പോൾ ആത്മനാഥനവേ മാറിച്ചാരി ഞാൻ ആശ്വസിക്കോ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവേ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കോ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവേ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവേ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസ്സിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ, എൻ്റെ ആയുസ്സിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. കാലമാക്കെങ്കിൽ ഒരു വാക്ക് സാക്ഷീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളെ സാക്ഷീകരിക്കാൻ കർത്താവ് നമ്മളെവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഓസ്റ്റിനാമ്പ കൊടുക്കുക. സ്തോത്രം. മൈക്ക് ഓൺ ചെയ്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ പിതാവേ, മഹാദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നുമാറാകണേ. ഞങ്ങളുടെ സകല പാപങ്ങളെയും പുറത്തു തരുമാറാകണേ.
അടിയൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളിൽ കർത്താവെ അങ്ങ് ഇടപെടുന്നുവല്ലോ. കർത്താവെ ഇനിയും ഇടപെടുമാറാകണേ. എല്ലാ പോരായ്മകളെയും കർത്താവെ അങ്ങ് നികത്തി തരുമാറണേ. ഇവിടെ ആയിരിക്കുന്ന സകലരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ സകലരോടും കർത്താവെ ഇവിടെ ആയിരിക്കുന്ന സകലരോടും കർത്താവെ അങ്ങ് കർത്താവെ കൃപയോടെ വിഷയങ്ങളിൽ കർത്താവെ അവരുടെ ചെറുതുമായ എല്ലാ വിഷയങ്ങളിലും അങ്ങ് ഇടപെടുമാറാകണേ. അവരുടെ ഭൗതികമായ സകല വിഷയത്തിലും കർത്താവെ അങ്ങ് ഒരു നീക്കുപോക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണേ. പ്രധാനമായി കർത്താവെ അടിയൻ യാത്രയാകുന്നു. നാളെ വൈകുന്നേരം ഖത്തറിലേക്ക് യാത്രയാകുന്നുവല്ലോ. അപ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൂടെയിരിക്കുമാറാകണേ. അങ്ങ് കർത്താവെ ഒരു പാകപ്പഴം കൂടാതെ അവിടെ എത്തിച്ചേരുവാനും അതുപോലെ അവിടുത്തെ വിഷയങ്ങളെല്ലാം നിവർത്തി തിരിച്ച് സ്വദേശത്തേക്ക് എത്തിച്ചേരുവാനും കർത്താവെ അങ്ങ് കൃപയാകുമാറാകണേ. കർത്താവെ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളെല്ലാം ക്രമത്തോടെ കർത്താവെ അങ്ങ് നികത്തി തരുമാറാകണേ. അപ്പ സാമ്പത്തിക മേഖലയെല്ലാം അനുഗ്രഹിക്കപ്പെടുമാറാകണേ. ഭൗതികമായ വിവിധങ്ങളായ വിഷയങ്ങളിൽ അങ്ങ് ഇടപെട്ട് എല്ലാം പൂർത്തീകരിച്ച് തരുമാറാകണേ. ഇവിടെ ആയിരിക്കുന്ന സകലരെയും ഒരിക്കൽ കൂടി അതിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. സകല മഹിമയും മനവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ആമേൻ. ആമേൻ. കാലം സാക്ഷീകരിച്ചത് താൻ നാളെ വൈകിട്ട് ദോഹ പ്രദേശത്തേക്ക് താനും തൻ്റെ ഭാര്യ സൂരി ബിന്ദുവും മകൾ കുടുംബവുമായിട്ടും ആമേൻ ദോഹയിലേക്ക് അവർ കടന്നു പോകുന്നു. ആമേൻ. അവിടെ കടന്നുപോയി നല്ല ചെയ്തികൾ അറിഞ്ഞ് 8-9 ദിവസം അവിടെ ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഇറങ്ങി വരുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഗമനത്തിലും ആഗമനത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർക്ക് പ്രയാസപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ബിന്ദുവിൻ്റെ പിതാവ് ഭവനത്തിൽ ആമേൻ സുഖമില്ലാതെ ആയിരിക്കുന്നു. ബിന്ദുവാണ് ആ കാര്യങ്ങളൊക്കെയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബാംഗ്ലൂരായിരിക്കുന്ന ചേച്ചി ആണ് തുടർന്നുള്ള ദിവസങ്ങളായിരിക്കുന്നത്. മറ്റ് പ്രയാസങ്ങളൊന്നും കൂടാതെ ആ പിതാവിനെ കാത്ത് പരിപാലിച്ച് സൂക്ഷിക്കുന്നതിന് വേണ്ടി ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കണം. അവർ കടന്നു വരുന്നത് വരെയും ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് നിർത്തട്ടെ. പ്രാർത്ഥനയോടെ ആമേൻ അഭിഷേകങ്ങൾ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. തൻ്റെ വിസ പുതുക്കുന്നതോട് ബന്ധപ്പെട്ടാണ് താൻ കടന്നു പോകുന്നത്. ആമേൻ കടന്നുപോയി മകനും കുടുംബത്തോടെ ആയിരിക്കുമ്പോൾ അവരോടുകൂടി ആയിരുന്ന് ആമേൻ കടന്നു വരുന്നത് വരെയും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സാക്ഷീകരിച്ചാട്ടെ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടണേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടണേ. ആ മാർവോടു ചേർന്ന് കിടന്നു ആ ചൂടിൽ പൊതിഞ്ഞിരുന്നു. ആ മാർവോട് ചേർന്ന് കിടന്നു ആ ചൂടിൽ പൊതിഞ്ഞിരുന്നു. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവസന്നിധിയിലെ ഒരു സാക്ഷ്യ ദൈവം നിർത്തുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിൻ്റെ മുന്നായി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എൻ്റെ ശാരീരമായി വളരെയധികം വേദനയോടും അസ്വസ്ഥതയോടും കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിലും കർത്താവിൻ്റെ കരവും ദയവും കരുണയാൽ ദൈവം ഇത്രത്തോളം നടത്തിയതിനായി ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് എൻ്റെ മക്കൾക്കും കുടുംബത്തിനു വേണ്ടി എല്ലാ ദൈവമക്കളോടും പ്രാർത്ഥന ചോദിച്ചു യേശുവിലേക്കാൻ ആഗ്രഹിക്കുന്നു. 103-ാമത്തെ സങ്കീർത്തനത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരവും വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും പ്രത്യേകവിധങ്ങൾക്കും ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനെല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ വിശുദ്ധ പകൽക്കാലം കർത്താവിൻ്റെ പാദാന്ത്യത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് ഈ പകൽക്കാലം കൃപ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം സാക്ഷീകരിച്ച എല്ലാ മക്കളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ ആത്മീകവും ഭൗതികവും ശാരീരികമായ സകല ആവശ്യങ്ങളും മധ്യേയും കർത്താവ് അത്ഭുതം ചെയ്യണമേ. കർത്താവിൻ്റെ വേലയെ മാനിച്ചുകൊണ്ട് അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര വഴിപാടിനായി സ്തോത്രം.
30, 60, 100 വിളവ്, നന്മ, അനുഗ്രഹം കർത്താവ് നൽകുമാറാകണമേ. അവിടുത്തെ വരുതാമസമെങ്കിൽ 15, 16 തീയതികളിൽ നടക്കുന്ന പരസ്യ പ്രവർത്തനം അനുഗ്രഹമായി തീരട്ടെ. കൊടുക്കുന്ന ട്രാക്റ്റിന്മേൽ വിളിച്ചു പറയുന്ന വചനത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്ത് അനേകർ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കൃപയിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ. കർത്താവ് ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആമേൻ കർത്താവേ, നിന്റെ കാവൽ, നിന്റെ പരിപാലനം, നിന്റെ സാന്നിധ്യം അവിടെ നിന്ന് കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ പനിയാൽ ഭാരപ്പെട്ടവർ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യം പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ, ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും ആയിരിക്കുമെങ്കിൽ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും കർത്താവ് കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ആ അന്നഗ്രസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കണമേ. തൻ്റെ ആന്തരികവും ഭാഗ്യവുമായ എല്ലാ ശരീരാവയവങ്ങളിലും ദൈവഗ്രഹം വ്യാപരിക്കട്ടെ. കിഡ്നി നോർമലായി മാറട്ടെ കർത്താവെ, ഹാർട്ട് നോർമലായി മാറട്ടെ കർത്താവെ, തൻ്റെ കാണുന്ന കാഴ്ചകളൊക്കെ നോർമലായി മാറട്ടെ കർത്താവെ, ലിവറൊക്കെയും ഫങ്ഷൻ ശരിയായി നിലനിർത്തുവാൻ ദൈവം ആക്കണമേ. ആമേ വയറിന് വേദനയുണ്ടെന്ന് പറയുവാനിടയായിത്തീർന്നു. കർത്താവ് തൊട്ടവരും കർത്താവിന് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. ഇതുപോലെ കാലം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് പൈതലിനെ നിലനിർത്തുമാറാകണമേ. ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാരെ, മാതാപിതാക്കന്മാരെ, അവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും കർത്താവ് സൂക്ഷിച്ച് മതിയാകും. വലിയ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്തൃവേലയിൽ ആ കുടുംബം പ്രയോജനപ്പെടുവാൻ ദൈവം ആക്കണമേ. ഈ പകൽക്കാലം മതിയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാൽ നിങ്ങളുടെ സ്തോത്രം യേശുവിൻ അൻപുള്ള നാമത്തിൽ നിൽക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗം കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ചാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ജയം എന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരുമാറാകണമേ. വെള്ളി, ചൊവ്വ ദിവസങ്ങളിൽ പരസ്യ പ്രവർത്തനമുണ്ട്. കടന്നു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവർത്തനത്തിൽ സഹകരിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ അറിയിക്കുക.